അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നെന്താണ്, ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് എനിക്ക് എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഷെയർ ചെയ്യാനൊന്നുമില്ല. വീട്ടിലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യണോ? ചെയ്യാം ഗൈസ്. ഏട്ടൻ കൊടൈക്കനാലിൽ പോയപ്പം ഗൂഗിൾ പറഞ്ഞത് വെച്ചാൽ അവിടെ 20 ഡിഗ്രിയെ തണുപ്പുള്ളൂ, പക്ഷേ അവിടെ എത്തുമ്പോൾ ഭയങ്കര തണുപ്പാവില്ല. ഏട്ടൻ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്, എൻ്റെ പുണ്ണിട്ടോ. പിന്നെ ഇന്നലെ ലിയോനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. മാമനോട് പറഞ്ഞിട്ട് മാമനും അമ്മയും കൂടെ പോയി ലിയോനെ കൂടെ എടുത്തു. ലിയോ ഇപ്പോൾ വർക്ക് ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പിയൊക്കെ ഇട്ടു. എവിടെ ഇട്ടത്? ഇവിടെ എവിടെ എവിടെ വർക്ക് ഏരിയയിൽ ഗൈസ്. ദിസ് ഇസ് മൈ മാമൻ്റെ അവിടെ. ഓക്കെ, എനിക്കിങ്ങനെ ആൾക്കാരിങ്ങനെ വേർപ്പിക്കുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിങ്ങനെ വേർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇതയച്ച എനിക്ക് ഇത് തൊട്ട് വീഡിയോയിൽ വരുന്നത് ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. കൊറിയൻ എനിക്ക് ബ്ലാക്ക് പിങ്ക് BTS കണ്ടെടുത്താൽ കണ്ടുകൂടെ. BTSനൊന്നും ഇങ്ങനെ ബ്ലാക്ക് പിങ്ക് ഒക്കെ കണ്ടെടുത്താൽ കണ്ടുകൂടെ. എനിക്ക് ബ്ലാക്ക് പിങ്ക് BTS ഒന്നും അറിയാം, പക്ഷെ എന്താണെന്നൊക്കെ അറിയാം, പക്ഷെ ഇതൊന്നും ഇഷ്ടമല്ല. എൻ്റെ മൈൻഡ് അങ്ങനെയാണ് ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്, ബട്ട് സാഡാണ് ഗൈസ്. ബോറടിക്കുന്നുണ്ട്. സാഡ്. നിങ്ങൾക്കൊരു വിസ്മയ ആർട്ടിന് അറിയോ? എന്ത് ജാടയാ അല്ലേ? ഭയങ്കര ഓവറാണ് ഗൈസ്. +2 എന്നല്ലല്ലോ പഠിക്കുന്ന ആൾ, വെറും 10th. അപ്പം പിന്നെ എന്തൊക്കെയാ വിശേഷം? എനിക്കിവിടെ നല്ല ബോറിങ് വിശേഷങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ്, പല്ലിക്കുക, ചായ കുടിക്കുക, ചോറുന്ന, അതൊക്കെ ഭയങ്കര ബോറിംഗ് ആണെന്ന് എനിക്ക് ഇപ്പം തൊട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ വീഡിയോ ഇടുന്നു, ഉച്ചയ്ക്ക് വീഡിയോ ഇടുന്നു, വൈകുന്നേരം വീഡിയോ ഇടുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഈസ് ഫിനിഷ്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ. അല്ലാണ്ട് പല്ലിക്കുക, ചായ കുടിക്കുക, ഇതൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക്. അതൊരു ലോങ് വീഡിയോ ആയിപ്പോൾ പിന്നെ അത് ഷോർട്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോർട്ടാക്കി അത് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സ്ഥലത്ത് സ്പീഡാക്കണം, ചില സ്പ്ലിറ്റ് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് അതിലവിടെ സ്പീഡാക്കണം, ചിലതിലവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടണം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തപ്പണം. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം എനിക്ക് എഡിറ്റിങ് ഇഷ്ടമല്ല. ഇതാണ് എഡിറ്റിങ്. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ. എഡിറ്റിംഗ് എന്താണ് ഗൈസ്? എഡിറ്റിംഗ് എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ എഡിറ്റിങ്ങിന് വരുന്നത്? ഞാൻ എൻ്റെ പാരസെറ്റാമോൾ ഗുളിക എടുത്തിട്ട് വരാം. ഇത് കുറേ ഉണ്ടായിരുന്നു, ബട്ട് ഞാനത് ഇത്രയാണ്. ആൻറ്റിബയോട്ടിക് പാരസെറ്റാമോൾ അല്ലേ, ഡോക്ടർ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റാണ് ഗൈസ്. പാരസെറ്റാമോൾ അല്ല, എന്തോരം സ്നാക്സാണ്. ഉള്ള ആൻറ്റിബയോട്ടിക് ഗുളികേനെ പോലെയൊക്കെ ഉണ്ടാവുക. അതാണ് ഞാൻ ഒരു പാരയ്ക്കത് എന്ത് വരും, പാരസെറ്റാമോൾ.
ഒഴുകിയ പഴമ എന്തൊരു നട്ടമ ഭയങ്കര വിലയാം ആടുകൾ പോലും തിന്നൂല ലാ 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 ലാ. നിങ്ങൾ ആളുകൾ കരിക്കണല്ലോ, അടിപൊളി പ്രോഗ്രാമാണല്ലോ കരിക്ക്. അങ്ങനെയുണ്ട്. ബട്ട് എനിക്ക് പണ്ടത്തേതിലായിരുന്നു ഒത്തിരി കൂടെ ബെറ്റർ. ചിരിക്കാനുള്ളതൊക്കെ പണ്ടത്തെ കരിക്കിലായിരുന്നു, പക്ഷെ അപ്പം അതില്ല. അമ്മയ്ക്ക് വാതിൽ തുറന്നെടുക്കാൻ ഞാൻ പോയതായിരുന്നു. നല്ല ടേസ്റ്റ് റൈസ് കഴിക്കാം. കളർ ഫുൾ മുളകാ. ബട്ട് അത്ര എരിവൊന്നുമില്ല. ഹ്യൂമണിന് കഴിക്കാൻ പറ്റുന്ന അത്ര എരിവായിരുന്നു. അതെല്ലാം കഴിച്ചു നിങ്ങൾ സംസാരിക്കാൻ കിട്ടാനുണ്ടല്ലോ. ഓക്കെ, ഞാൻ പോയി നല്ല വെള്ളം കുടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പോലെ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പം ഒരു സമയത്ത് പറഞ്ഞാൽ എനിക്ക് ബ്ലോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം അങ്ങനെയുള്ള ബ്ലോഗ് എടുക്കാൻ തീരെ ഇഷ്ടമല്ല. നാളെയും ബ്ലോഗ് തന്നെയാണ്. പ്ലീസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.